വിളി ഞാനും ഈ പിള്ളേം കിടന്ന് വിളിച്ചിട്ട് രാഘവേട്ടൻ കേട്ടില്ല. സ്വന്തം അനിയും വന്ന് വിളിച്ചപ്പോ ആ സെക്കൻഡിൽ കഥക് തുറന്നു അല്ലേ? പിന്നെ അവനെ ഭരത്തിനുണ്ടായി. പിന്നെ ഞാനല്ല അവനെ ആരാളെ കേട്ടില്ലേ പിള്ളേ? ഇത്രയും നാളും നെഴില് പോലെ കൂടെ നടന്നത് എല്ലാം വെറുതെയായി അല്ലേ? എന്തായാലും വാതിൽ തുറന്നല്ലേ, അത്രയും ആശ്വാസമായി. ഏട്ടാ, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. എനിക്ക് ഡോക്ടറെയും കാണാം, ഏട്ടന്റെ ഈ മൂഡ് ഓഫ് ഒന്ന് മാറ്റുകയും ചെയ്യാം. എന്താ ഏട്ടത്തി, ഏട്ടനെ ഞാൻ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാണേ. എങ്കിൽ ഞാനും വരാം. രാഘവൻ സാറിനൊരു കൂട്ടാകുമല്ലോ. താന്റെ പിന്നെ വന്നു പോരുത്. താ ഒറ്റയാളാ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. തന്നെ കുഴപ്പമിരിക്കും കുറച്ച് വന്നിട്ടും. ആരും വരണ്ട, ഞാനും എന്റെ ഏട്ടന് മാത്രം മതി. അല്ല അത് പിന്നെ രാഘവേട്ടൻ എങ്ങനെ തനിച്ചു വിടാൻ പറ്റത്തില്ല. പേടിക്കണ്ട ഏട്ടത്തി, ഞാൻ പോകാൻ നേരത്തെ ഇവിടെ കൊണ്ടാക്കിക്കൊള്ളാം. ആമേ, നീ ഒന്നും പറയണ്ട. ഞാൻ അനിയന്റെ കൂടെ പോവാ. ഇവര് ഞാനെല്ലാവരും ആരാ ഉള്ളേ? ഞാൻ തിരിച്ചു വരുമ്പോഴേ അന്നോടെ കണ്ടുപോരുത്. ഓ, സമ്മതിച്ചു. അതെ, അനുജനൊക്കെ ഇപ്പൊ അങ്ങ് പോവും. എന്തെങ്കിലും ഒരു കൈസഹായത്തിന് ഞാനേ കാണൂ. ഓ, എനിക്ക് എന്റെ മോനും എന്റെ അനിയനൊക്കെ ഉണ്ട്. ഓ, തന്റെ സഹായം എനിക്ക് വേണ്ട. ഓടപ്പിള്ളേ, കള്ളപ്പിള്ളേ. ഓ, നീ ഓടാ. അല്ല ഉപേന്ദ്രൻ, രാഘവേട്ടൻ എങ്ങനെ? എന്റെ കൂടെ അല്ലേ വരുന്നത് ഏട്ടത്തി, ഒരു കുഴപ്പമില്ലെന്നേ. ഞങ്ങൾ പെട്ടെന്ന് വരാം, കൂടിയ ഒരു അരമണിക്കൂർ അല്ലേ ഏട്ടാ? പിന്നെ അല്ലാതെ. ഓ, നീ കൊണ്ടെടുക്കടാ സാറേ. മാറിക്കോളൂ ഏട്ടാ, കൊണ്ടുപോടെ തന്നെ. ഓടപ്പിള്ളേ. പോവാ, സൂക്ഷിച്ചു പോയേ. സൂക്ഷിച്ചേട്ടാ. വാ ചേട്ടാ, സ്റ്റെപ്പാണ്. അനുജനെ കണ്ടപ്പോഴുള്ള സന്തോഷം കണ്ടില്ലേ? മുറിക്കകത്തിടന്ന് ബേളം ഉണ്ടാക്കിയ ആളെ അല്ല. പോയിട്ട് വേഗം അങ്ങ് വന്നാ മതിയായിരുന്നു. ഏട്ടാ, അമ്പരുന്ന് നോക്കണ്ട, ഇത് നമ്മുടെ തന്നെ റിസോർട്ടാ. ആ, എന്റെ ഏട്ടാ, ഈ സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ഈ ഭൂമിയിൽ തന്നെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാ. എന്നെ സംബന്ധിച്ച് കുറച്ചു കാലം ഞാൻ നരകത്തിലായിരുന്നു. ആ സമയത്താ ഈ വേണ്ടാത്ത തോന്നലുകളൊക്കെ തോന്നുന്നത്. എന്റെ ഏട്ടാ, മറ്റുള്ളവരെ ദ്രോഹിക്കാനും അവരുടെ സങ്കടം കണ്ട് സന്തോഷിക്കാനും ഒക്കെ പറ്റുന്നതും ഈ സമയത്താ. ഞാൻ എന്റെ ഏട്ടനെയും ഏട്ടത്തി അമ്മയൊക്കെ ദ്രോഹിച്ചതും അതൊക്കെ കൊണ്ട് തന്നെയാ. പക്ഷേ ഇപ്പൊ ഞാൻ സ്വർഗത്തിലാ. ഏറെക്കാലം സന്തോഷത്തോടെ ബന്ധുമിത്രാദികളെയൊക്കെ കണ്ടുകൊണ്ട് ഞാനിപ്പോ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ വിധി അതിനെ അനുവദിക്കുന്നില്ല. ഒന്ന് മനസ്സ് തുറന്ന് ഉള്ളിലെ സങ്കടം ഒന്ന് ഇറക്കി വെക്കാൻ, അതിനുവേണ്ടി മാത്രമാണ് ഏട്ടാ ഞാൻ ഏട്ടനെയും കുട്ടി ഇങ്ങോട്ട് വന്നത്. എന്റെ സങ്കടങ്ങൾ എന്റെ ഏട്ടനോടല്ലാതെ ഞാൻ പിന്നെ ആരോട് പറയാനാണ്? ഉപേന്ദ്ര, ഈശ്വരനെ നിന്റെ കൂടെ ഉണ്ട്. നിനക്കേ ഒന്നും വരത്തില്ല. മരിക്കാൻ എനിക്ക് ഭയമൊന്നും ഇല്ല ഏട്ടാ. ജനിച്ചാൽ എന്തെങ്കിലും ഒരിക്കൽ മരിക്കണം. ഒരൊറ്റ സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഏട്ടന്റെ മനസ്സിൽ എന്നോടുള്ള വഴക്ക് മാറണം. എനിക്കത്രേ ഉള്ളൂ. സർ, ഒരു കുപ്പി വെള്ളവും സോഡയും കൂടി വേണം. ശരി സർ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് ചിയേഴ്സ് പറഞ്ഞ് ഒരല്പം മദ്യം കഴിക്കണം. അതൊന്നും പറ്റില്ല. അത് നാമി അറിഞ്ഞാ അത് മതി. പിന്നെ എന്നെ പുറത്തോട്ടൊന്നും എടുത്തില്ല. എന്റെ ഏട്ടാ, ഇതൊരു സ്പെഷ്യൽ സാധനമാ. മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാ. എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഏൽപ്പിച്ചിരുന്നതാ. ഏട്ടൻ ഇതിന് അല്പം കുടിച്ചു നോക്കിയേ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. വിഷമങ്ങളൊക്കെ മാറാൻ ഇവ നല്ലൊരു മരുന്നാ.
അല്ല ഒരു ഇതുവല്ലോ ഭാമം കൊണ്ട് അറിഞ്ഞാലേ ഏടത്തി അറിയാതിരിക്കാൻ ഇതിനൊപ്പം 2-3 ഏലയ്ക്ക കൂടെ കഴിച്ചാൽ മതി. ഏട്ടത്തിയമ്മ തലകുത്തി എന്നാലും ഇതിന്റെ മണം കിട്ടുകയല്ല. എന്നാലും ശരിയാവത്തില്ല. ഏട്ടനങ്ങ് പിടിച്ചേ. ശ്യാമയുടെ കാര്യം തന്നെ കണ്ടില്ലേ? നല്ലൊരു ജീവിതവും സാമ്പത്തിക ഭദ്രതയോ അവൾക്കുണ്ടോ? ഇല്ല. ശാരികയുടെ അവസ്ഥ അതിലും കഷ്ടമാണ്. പിന്നെ ശാലിനി, അവളുടെ ജീവിതവും ഇങ്ങനെയായി. ഞാൻ ആത്മാർത്ഥതയോടെയാ എന്റെ മക്കളെ പെറ്റു വളർത്തിയത്. പക്ഷെ അവർക്ക് മുന്നില് ഞാൻ ഇന്നൊരു ദുശകുനവാ, ചോദ്യചിഹ്നവാ. എന്തിനാ എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നതെന്ന് സർവേശ്വരനോട് ഞാൻ ചോദിച്ചു പോവുക. കാരണം അവരിന്ന് അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടിന്റെയും മൂല കാരണം ഈ ഞാൻ തന്നെയാ. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ എന്റെ മക്കളല്ലേ അനുഭവിക്കുന്നത്. ഞാൻ എന്റെ മക്കളെ വഴിയാധാരമാക്കി അവരുടെ എല്ലാവരുടെയും ജീവിതം ഞാനായിട്ട് വഴിയാധാരമാക്കി. ശാരദ ജീവിതത്തിൽ തോറ്റു.